ഹായ് ഹലോ. കഴിഞ്ഞ തവണത്തെ മോനേട്ടൻ്റെ കൃഷി വീഡിയോസൊക്കെ കണ്ടവരോട് ലാസ്റ്റ് ഞാൻ ഇനി അടുത്ത വീഡിയോ അവരുടെ വീട്ടിലേക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ അവരുടെ വീട്ടിലേക്കാണ് വന്നിട്ടുള്ളത്. കയറി വരുന്ന സമയത്ത് തന്നെ മുമ്പിലായിട്ട് തെങ്ങിൻ തൈ മുളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് മോനേട്ടൻ. ഇത് കാശിനാഥും ശ്രീവാനിയും അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സ്പേസാണ്. കയറി വരുന്ന ഭാഗത്തായിട്ടാണ് ഈ പ്ലാവ് ഉള്ളത്. അതിൽ നിറച്ചും ചക്കയാണ് കേട്ടോ, നല്ല ഉരുണ്ട ചക്കയാണ്. ഇത് പ്രതിവേട്ടൻ്റെ രണ്ടാമത്തെ സിസ്റ്ററാണ് ജയശ്രീച്ചി. ഞങ്ങൾ പാടം കൃഷിയൊക്കെ പോയി കണ്ടുവരിക. എന്തൊക്കെയാണുള്ളത്? കുറേ ടൈപ്പ് കാർഡ്സ് ഒക്കെ ഉണ്ടല്ലേ. കളിക്കാൻ പോണ എന്താണ് യൂനോ കാർഡ്. പാടത്തൊക്കെ പോയി ക്ഷീണിച്ച് വരുന്ന സമയത്ത് ഇവിടെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കൂവപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കൂവ കാച്ചിയതാണ്. അതിൽ ഉപ്പിട്ടിട്ടാണ് തന്നിട്ടുള്ളത്. ഇവിടെ ജയശ്രീച്ചിക്ക് 2 മക്കളാണ്, ജയേഷും ജസ്നയും. ജയേഷ് എബ്രോഡാണ് വർക്ക് ചെയ്യുന്നത്, ജസ്ന ഗവൺമെൻറ് സർവീസിലാണ് വർക്ക് ചെയ്യുന്നത്. അവരുടെ ഫാമിലി ഫോട്ടോ ആണിത്, ജയേഷിൻ്റെ കല്യാണ സമയത്തെടുത്ത ഫോട്ടോ. ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും ഞങ്ങൾക്കുള്ള ഫുഡൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. വിറകടുപ്പിൽ മട്ടൻ കറി വേവുന്നുണ്ട്. ജയശ്രീച്ചി ഇപ്പോഴും കറിയൊക്കെ വെക്കുന്നത് വിറകടുപ്പ് തന്നെയാണ്. പിന്നെ പുറത്തുള്ള അടുക്കളയിൽ നമ്മുടെ കടുക്ക നന്നായിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട്. ഇവരുടെ മുറ്റത്തായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കോഴി നടക്കുന്നുണ്ട് കേട്ടോ. ഈ സുന്ദരി കോഴീനെ കണ്ടിട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങിയ സമയത്ത് പെട്ടെന്ന് അതാ ബാക്കിൽ നിന്ന് വേറെ ഒരാൾ പെട്ടെന്ന് വന്ന് പെട്ടു. അപ്പോൾ ആരാണ് ഈ വീഡിയോ എടുക്കുന്നതെന്നുള്ള പരിചയമില്ലാത്ത ഒരാളെ കണ്ട ഭാവത്തിൽ നോക്കി നിൽപ്പാണ്. അപ്പോൾ ഇവർ രണ്ടാളെ വിചാരിച്ചുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ബാക്ക് സൈഡിൽ ഇഷ്ടംപോലെ കോഴിക്കുട്ടികൾ അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നെ കണ്ടപാട് ഇവർ വേഗം, പൊതുവേ കോഴികൾക്ക് ഒരുപാട് സെക്ഷനായിട്ടാണ് കൂടുണ്ടാക്കുക. കാരണം പൊരുത്തിയിരിക്കുന്ന മുട്ട വെച്ചിരിക്കുന്ന സമയത്ത് ആ കുട്ടികളൊക്കെ വേറെ ഒരു ഭാഗത്തേക്കും, ചെറിയ കുട്ടികളുള്ള തള്ളക്കോഴീനെ അത് അവരെ ഒരു വേറെ സെക്ഷനായിട്ടാണ് കൂട്ടിലിടുക. അതുപോലെ തന്നെ ബാക്കിയുള്ള മുട്ടയിടുന്ന കോഴികളെയൊക്കെ ഒരുമിച്ച് വേറൊരു സെക്ഷനായിട്ടാണ് ഇവർ കൂട്ടിലിടുക. എൻ്റെ മക്കൾ കുട്ടികളാവുന്ന സമയത്ത് ഒരുപാട് വർഷം ഞാനും കോഴികളെയൊക്കെ വളർത്തിയിരുന്നു കേട്ടോ. പിന്നെ ഇടയ്ക്ക് കുറുമ്പുണ്ടാക്കുന്ന കൊത്തുകൂടുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കോഴികളെ കൂട്ടിലിട്ടാൽ എപ്പോഴും ബഹളമായിരിക്കും. അതുകൊണ്ട് അവരെ വേറെ തന്നെ ഇടും. പിന്നെയുള്ളത് താറാവുകളാണ് കേട്ടോ. അവർക്ക് വെള്ളം കണ്ടാൽ പിന്നെ ഒന്നും വേണ്ട, വെള്ളത്തിൽ ആറാടുന്നതാണ് അവരുടെ ഇഷ്ട വിനോദം. അപ്പോൾ അവർ ഏത് നേരം വെള്ളം ഉള്ള ഭാഗത്തേക്കായിട്ടാണ് നടക്കുക. ഇവരൊക്കെ നോക്കി നിൽക്കുമ്പോഴേക്കും ഫുഡ് കഴിക്കാനായിട്ടുള്ള വിളി എത്തിയിട്ടുണ്ട്. ഇതാണ് നിഷില, ജയശ്രീച്ചിയുടെ മരുമകളാണ്. അപ്പോൾ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. നെയ്ച്ചോറും മട്ടൻ കറിയും കടുക്ക ഫ്രൈയും സാധാരണ ചോറും അതിന് വേണ്ട എല്ലാ ഐറ്റംസും കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഹൈലൈറ്റ് മാമ്പഴക്കറിയായിരുന്നു, നല്ല ടേസ്റ്റുള്ള മാമ്പഴക്കറി. പുതിയ കാര്യങ്ങൾ വരുന്ന സമയത്ത് പഴയ കാര്യങ്ങൾ ഒന്നായിട്ട് അപ്പാടെ ഒഴിവാക്കാതെ ഇവർ രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് ആ ഒരു നല്ല മനോഹരമായ ഒരു ലൈഫ് സ്റ്റൈലാണ് ഇവരുടേത്. പഴമയുടെ മൂല്യങ്ങളും പുതുമയുടെ സൗകര്യങ്ങളും എല്ലാം കൂടി ഒത്തിട്ടുള്ള ഒരു ജീവിത രീതിയാണ് ഇവിടുത്തേത്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും പ്രാവിനെ കാണിക്കാനായിട്ട് കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ ഇതാണ് അവരുടെ പ്രാവ്. അപ്പം പ്രാവിനെ മെല്ലെ കയ്യിലിരുത്തിയപ്പോൾ ചെറിയ ഇണക്കമൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ഇവരുടെ വീട്ടിലുള്ള ആടുകൾ. 2-3 കൂടുണ്ട് കേട്ടോ ആടിന്. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ സെക്ഷനാണ് ഇവർ. അപ്പം വേറെ വേറെ തന്നെ ഇടണം. ശരി, അപ്പം എന്ത് ചെയ്യൂ? അവിടെ വേറെ കൊണ്ടിട്ടിരിക്കാണ്. വീഡിയോ എടുക്കാൻ വന്നതാണ്. കീർത്തന കുട്ടിയാവുന്ന സമയത്ത് ഇവിടെ നിൽക്കാനൊക്കെ വരലുണ്ട്. അവർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ആട്ടുംകുട്ടികളും കോഴിക്കുട്ടികളൊക്കെ. അതാരാണ്? അമ്മമ്മ ഉണ്ട്, പേരക്കുട്ടിക്കുണ്ട്.
പാടത്തു നിന്നും അരിഞ്ഞു കൊണ്ടുവന്നിട്ടുള്ള പുല്ലും എടുത്ത് ആടുകൾക്ക് കൊടുക്കാനായിട്ട് മോനായിട്ട് പോകുന്നുണ്ട്. അപ്പോഴേക്കും ഇതാ കാശിയും പൃഥ്വിയേട്ടനും കൂടി ഷട്ടിൽ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാശിക്ക് സ്പോർട്സിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾ കാറ് നിർത്താനായിട്ട് കാർ പോർച്ചിലെ കാറ് ഷട്ടിൽ കോർട്ടിൻ്റെ ഭാഗത്തേക്കായിട്ട് നിർത്തി. അതുകൊണ്ട് ഇപ്പോൾ ഇവർക്ക് കാർ പോർച്ചിൽ കളിച്ചൊരു കളി ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് ജിഷ്ല കാറ് മാറ്റി നിർത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഷട്ടിൽ കോർട്ടിൽ തന്നെ കളിക്കാമല്ലോ. അങ്ങനെ എല്ലാ തടസ്സങ്ങളും മാറ്റിയിട്ട് ഷട്ടിൽ കളിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ശിവാനിക്കാണെങ്കിൽ കാർഡ്സ് കളിക്കാൻ വേണ്ടി ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ആദ്യം ഈ കളി കഴിഞ്ഞിട്ട് കാർഡ്സ് കളിക്കാമെന്ന് പറഞ്ഞ് ശിവാനീനെ പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് ഫ്ലാറ്റ്സിലൊക്കെ ജീവിക്കുന്ന മക്കൾക്ക് ഒരുപാട് മിസ് ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ ഈ പറമ്പിലെ പ്ലാവും ചക്കയും കുരുമുളകിൻ്റെ വള്ളിയും വാഴക്കൊലയും ഇതൊക്കെ കാണാനായിട്ട് പറ്റുകയെന്ന് പറഞ്ഞാൽ ഒരു രസം തന്നെയാണ് കേട്ടോ. ഇവിടെ ആ കുരുമുളകിൻ്റെ മണികളൊക്കെ പഴുത്ത് പറിക്കാൻ പാകത്തിനായി നിൽപ്പുണ്ട്. എത്ര തന്നെ ബുക്സിൽ നമ്മൾ കൃഷിനെ പറ്റിയിട്ടും ചെടികളെ പറ്റിയിട്ടും ഭൂമിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചാലും നമ്മൾ ഭൂമിയിൽ ഇറങ്ങി മണ്ണ് തൊട്ട് കൃഷി ചെയ്ത് പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു നോളജ് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ കാശിനത് വരച്ച കുറച്ച് പിക്ചേഴ്സാണ് കാണിച്ചത്. ശിവനോടുള്ള ഭക്തി കൊണ്ടാണ് കാശിനാഥ് എന്നും ശിവാനി എന്നും പേരിട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഡ്രോയിങ്സൊക്കെ കാണുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് അതാണ് കേട്ടോ ഓർത്തത്. അധികം ഡ്രോയിങ്സ് ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും കാശിനാഥ് നന്നായിട്ട് ശിവനെ വരച്ചിട്ടുണ്ട്. ഡ്രോയിങ്സൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കാശിക്ക് വാങ്ങിക്കൊടുത്തിട്ടുള്ള ഒരു ക്യാമറയായിട്ട് കാശി ഞങ്ങളെ കാണിക്കാനായിട്ട് അതിൽ എടുത്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ കാണിക്കാനായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. കാശിയുടെ അമ്മൻ്റെ വീട്ടിൽ കല്ലായിൽ പോയ സമയത്ത് എടുത്ത ഫോട്ടോസും പിന്നെ അതുകൂടാതെ അവർ ഓരോ സ്ഥലത്ത് ടൂറൊക്കെ പോകുന്ന സമയത്തൊക്കെ അതിലൊരുപാട് പിക്ചേഴ്സ് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അവൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും അങ്ങനെയുള്ള കുറേ ഫോട്ടോസ്. അച്ഛൻ വരുന്ന സമയത്തൊക്കെ ഇവർ മിക്കവാറും ടൂറിനൊക്കെ പോകാറുണ്ട് കേട്ടോ. മൂന്നാർ കഴിഞ്ഞ പ്രാവശ്യം അവസാനം പോയത് മൂന്നാറാണ്. അങ്ങനെ കാശി ചോദിച്ചു, നിങ്ങൾ രണ്ടാളെയും കൂടി ഒരു ഫോട്ടോ ഞാൻ എടുക്കട്ടെ. ഓക്കേ പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോയും കൂടി ഒരു മെമ്മറിക്കായിട്ട് കാശി എടുത്തു. കാശിനാഥിൻ്റെ ക്യാമറയിൽ ഞങ്ങളൊരു ഫോട്ടോയും കൂടി എടുത്തു. അങ്ങനെ ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സമയമായപ്പോഴേക്കും പച്ചക്കറി ഞങ്ങളുടെ കാറിൽ നിറച്ചിട്ടുണ്ട്. മാങ്ങയും കുമ്പളവും ചുരങ്ങിയും ഒക്കെ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നത് ഒറ്റയ്ക്കല്ല കേട്ടോ. ജയശ്രീച്ചിയും പേരക്കുട്ടികളും ഞങ്ങളെ കൂടെ ഉണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് പൃഥ്വിയേട്ടൻ്റെ അമ്മയുടെ അനിയത്തീൻ്റെ ഇളയമ്മൻ്റെ വീട്ടിലേക്കാണ്. ഇളയമ്മ എന്നാണെങ്കിലും ഇവർ വിളിക്കുന്നത് രുക്കമ്മായി എന്നാണ്. അപ്പം അമ്മ ഉള്ള സമയത്തൊക്കെ രുക്കമ്മായി ഇടയ്ക്കിടയ്ക്ക് വന്ന് അവിടെ നിൽക്കലുണ്ട് അമ്മേൻ്റെ കൂടെ തറവാട്ടിൽ. അമ്മ പോയതിന് ശേഷം രുക്കുമായിക്ക് അങ്ങോട്ട് വരാൻ വല്ലാത്ത സങ്കടമാണ്. അവിടെ വരുമ്പോൾ ടെൻഷനാവും. അതുകൊണ്ട് ഇപ്പോൾ തീരെ വരാറില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങളിടയ്ക്ക് അവിടെ പോയി കാണുകയാണ് ചെയ്യുക.
അങ്ങനെ കാശിക്കും ശിവാനിക്കും ഇവർ തമ്മിലുള്ള അച്ഛമ്മേൻ്റെ ഇളയമ്മയാണ് ഇതെന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അവർ തമ്മിലുള്ള ബന്ധമൊക്കെ മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെ കുട്ടികൾ ഇങ്ങനെ സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്താണ് കൂടുതൽ ബന്ധങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഇത് രുക്കുമ്മേൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോട്ടോ ആണ്. പിന്നെ ഇത് പ്രിയേട്ടൻ്റെ അമ്മാവൻ്റെ ഫോട്ടോ, രുക്കുമ്മേൻ്റെ ബ്രദറിൻ്റെ ഫോട്ടോ. പ്രതിവേട്ടിന് ഒരുപാട് ഓർമ്മകളൊക്കെ ഉള്ള വീടാണ് കേട്ടോ. കുട്ടിക്കാലത്തൊക്കെ കളിക്കാനൊക്കെ വന്നിട്ടുള്ള ഓർമ്മകളും ഇവിടെ താമസിച്ച സമയത്ത് ഇവരുടെ തറവാട്ടിലൊക്കെ പോയി കളിക്കുന്ന ആ കാര്യങ്ങളൊക്കെ പറയാറുണ്ട് എപ്പോഴും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓർമ്മകളിലുള്ള ഒരു വീടാണായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കണം എന്ന് എപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് ഇവിടെ വരുന്ന സമയത്ത്. രുക്കുമ്മേൻ്റെ പേരക്കുട്ടിയാണിത്. ആ കാണുന്നതും രുക്കുമ്മേൻ്റെ ഒരു മോൻ്റെ വീടാണ്. അവിടേക്ക് നമുക്ക് പോകണം. ജയശ്രീച്ചി അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാനും അങ്ങോട്ട് പോവുകയാണ്. അവിടെ ഒരുപാട് ചെടികളൊക്കെ കാണാൻ മാത്രം ചെടികളൊക്കെ ഉള്ള സ്ഥലമാണ്. അമ്മ പണ്ട് എപ്പം ഇവിടെ വന്നാലും ഒരുപാട് മാങ്ങയൊക്കെ ആയിട്ടാണ് കേട്ടോ രുക്കുമ്മേൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ചു തരിക. പിന്നെ അതിൻ്റെ കഥകളൊക്കെ കുറേ അമ്മ പറയും. അതുപോലെ തന്നെ വേറെ ഒരു മോൻ്റെ വീടാണ് അപ്പുറത്തായിട്ട്. ആരോടെ ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകണില്ല. അപ്പോഴേക്കും കാശീൻ്റെ ക്യാമറയിൽ ഇവിടുത്തെ നായ്ക്കുട്ടീൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടേക്കും കയറി ചെന്നു. അവിടെ ഉണ്ട് കേട്ടോ ഒരു നായ്ക്കുട്ടി. നല്ല വാലാട്ടും കൊണ്ടാണ് നിൽപ്പ്. രണ്ട് വീട്ടിലെ നായ്ക്കുട്ടികൾ പെട്ടെന്ന് ഇണങ്ങുന്ന ടൈപ്പാണ് കേട്ടോ. പക്ഷെ കൂട്ടിലാണെന്നുള്ള ധൈര്യത്തിലാണ് കേട്ടോ ഞാൻ ഇവരുടെ അടുത്തേക്കൊക്കെ പോകണം. അവിടെ മുറ്റത്ത് നിറച്ചും ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ. എല്ലാ കളേഴ്സിലുള്ള ഫ്ലവേഴ്സും ഉണ്ട്. ഈ ചെടി കണ്ടപ്പോൾ ഞാൻ ശരിക്കും വിചാരിച്ചു പ്ലാസ്റ്റിക് പ്ലാന്റ് ആണെന്ന്. ഇപ്പോൾ പല സ്ഥലങ്ങളിലും പ്ലാസ്റ്റിക് പ്ലാന്റ്സ് ആണല്ലോ അങ്ങനെ ഇൻഡോർ ആയിട്ട് വെക്കുന്നത്.